എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രശ്മിയാണ്. എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. നമുക്ക് ഇന്നലെ ഓണായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ വൈകിട്ട് ലൈവൊക്കെ വന്നിരുന്നു. പിന്നെ ഓണായിട്ട് നമുക്ക് കുറച്ച് സബ്ബൊക്കെ കയറി വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ 500 എന്നുള്ളതിൽ നിന്ന് പെട്ടെന്ന് കയറി ഒരു 800ലേക്ക് എത്തി. ഇതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇതിന് നമ്മുടെ കൂടെ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ ഒത്തിരി അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ നമ്മുടെ പണികളൊക്കെ കണ്ടിന്യൂ ചെയ്യണമല്ലോ. അപ്പോൾ രാവിലെ സാമ്പാറാവുണ്ട്. അവിയലിനുള്ള കഷ്ണങ്ങൾ വേവിച്ച് വെച്ചു. ഇത് ഇന്നലത്തെ കേട്ടോ. ഇന്നലെ അമ്മ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് തന്നു. ഏട്ടനും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഒക്കെ അരിയലും പിടിക്കലും ഒക്കെ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സ്പീഡായി ആവുമല്ലോ. അപ്പോൾ ഏട്ടനത് മത്തങ്ങ ഭയങ്കര ബലം. അപ്പോൾ അത് മുറിക്കാൻ അമ്മയ്ക്ക് പറ്റുന്നുണ്ട് പറഞ്ഞപ്പോൾ മുറിച്ചതാട്ടോ. ബാക്കിൽ ഒരാൾ വന്ന് കിടക്കണം. ഏട്ടൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇവ ഇങ്ങനെ വന്നിരിക്കും. അവൻ നമ്മളെന്തെങ്കിലും കഴിക്കുമോ? ഏട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ അധികാരം. അപ്പോൾ തലേന്ന് അച്ചാറും പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അച്ചാറ്, പുളിയിഞ്ചി, പിന്നെന്താ വടുക്കപ്പുളി, നാരങ്ങ, അത്രയും രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ രാവിലെ 9 മണി അത് ഞാൻ ക്ലോക്ക് കാണിച്ചു. അവിടെ അവരിന്ന് പൂവിനുള്ളതൊക്കെ റെഡിയാക്കുക കേട്ടോ. ആ 9 മണിയാകുമ്പോഴേക്കും നമ്മുടെ അവിയലായി, പിന്നെ സാമ്പാറായി. ഒരു 4:30ക്കൊക്കെ എണീച്ചിട്ടുണ്ടാവും കേട്ടോ ഞാൻ. രാത്രി കിടക്കുമ്പോൾ ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അത് തിരക്കുള്ള ദിവസങ്ങളിൽ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സുഖമായി കിടന്നുറങ്ങാമല്ലോ. 2-3 ദിവസത്തേക്കുള്ളത് ഉണ്ടാവും. പക്ഷേ 2-3 ദിവസത്തേക്കുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം പിന്നെ നമ്മൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. പഴം വേവിച്ചത് ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ഭക്ഷണം ഞാനിവിടെ വെച്ചിട്ടില്ല. രാവിലെ ദോശയായിരുന്നു കേട്ടോ. അത് വരുന്നവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള നല്ല കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള ഓലൻ. പിന്നെ അച്ചാറുകൾ നമ്മൾ കണ്ടതായിരുന്നു കേട്ടോ. അത് ഞാൻ രാവിലെ ഒന്നും കൂടി വീഡിയോ എടുത്തപ്പോൾ ഒന്നും കൂടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അച്ചാറുകൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും നന്നായിട്ട് വന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞത് മാങ്ങാച്ചാറാണ് കേട്ടോ. മാങ്ങാച്ചാറിന് ഇവിടെ നല്ല ചിലവാണ്. ഇവിടെ എല്ലാവർക്കും മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പുളിയിഞ്ചി കുറച്ച് ദിവസത്തിനൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് 2-3 ദിവസം ഇരുന്നാലൊന്നും പിന്നെ ആരും കഴിക്കില്ല. ഇതൊക്കെ എന്നെ ഹാപ്പി ഓണം എന്നൊക്കെ ഞാൻ പറയുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ മൊബൈലിൻ്റെ എന്തോ മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചതാട്ടോ. അപ്പോൾ ഏട്ടൻ പൂക്കളൊക്കെ വരഞ്ഞ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കുറച്ച് ഷോക്കെ കാണിച്ച് കുറച്ച് പൂവൊക്കെ ഇടാൻ ഞാൻ കട്ട് ചെയ്യാനും ഒക്കെ സഹായിച്ചു കേട്ടോ. അപ്പോൾ നന്ദുക്കുളിയൊക്കെ കഴിഞ്ഞ് മുണ്ടിലൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നന്ദുവിനെ കണ്ടോളൂ കേട്ടോ. ഇനി ഒരു കോമഡി ഉണ്ട് ഇതിൽ, കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇവിടെ പൂക്കളങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് വലിയൊരു കാര്യം ഉണ്ടായി കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നല്ല സന്തോഷത്തിലൊക്കെ പൂവിടാൻ നിൽക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ കുറച്ച് എന്താ പറയുക, കഷ്ടകാലം എന്നൊക്കെ പറയാം. കുറച്ച് ചെറിയ രീതിയിൽ കേട്ടോ, വലിയ രീതിയിലല്ല. അപ്പോൾ പിന്നെ ഞാനിടുന്നതിന് എന്നെ ഡയറക്ഷൻ ചെയ്യണം എൻ്റെ ഭർത്താവ്. അപ്പോൾ ഞാൻ ആ പൂവിനെ അങ്ങോട്ട് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ അപ്പോഴേ നല്ല മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായി നടന്നിട്ടുണ്ടായിരുന്ന എൻ്റെ നന്ദു നടക്കണ കോലം കണ്ടില്ലേ? അവിടെ അവൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പീക്കിരികളുണ്ട്, അവരുടെ കൂടെ കളിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇട്ട ശേഷമുള്ള ആ ഒരു ഇത് ഫിനിഷ് ചെയ്യായിരുന്നു കേട്ടോ. ഇത് മാറ്റിയിട്ട് പിന്നെയും ഞാൻ വേറെ എന്തൊക്കെയൊക്കെ കാണണമെന്നാക്കി. അപ്പോൾ ഏട്ടൻ റെഡിയായ ശേഷം ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി തിരക്കായി. പിന്നെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്തൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഇത്രയും പണികളുള്ളതല്ലേ, എന്നാൽ അമ്മ ഒരു കാര്യം ചെയ്തോളൂ, അമ്മ ഭക്ഷണം കഴിച്ചോളൂ, ഞാനിവിടെ അടിച്ചു വാരിക്കോളാം എന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കായിരുന്നു. ഇവൻ വേഗം അടിച്ചു വാരാൻ നിന്നു. അപ്പോൾ ഞാനിവിടെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ സമയത്ത് ഓരോരുത്തർക്ക് കഴിക്കും. കാരണം നമുക്ക് ഉണ്ടാക്കി വെക്കണ ശീലം ഇവിടെ ഇല്ല. അപ്പം കഴിക്കുക എന്നല്ലാതെ ദോശ മാത്രം നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. തണുത്ത ദോശ വേറെ ആരും കഴിക്കില്ല. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് കുറേ പണികളുള്ളപ്പോഴൊക്കെ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കതൊരു എന്താ പറയുക, നമുക്കൊരു റെസ്റ്റൊക്കെ വേണ്ടേ. നമ്മൾ മനുഷ്യരല്ലേ, യന്ത്രങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ പറയണ പോലെ പറഞ്ഞാലൊക്കെ ചില കുട്ടികൾക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. അല്ലാതെ കുട്ടികളെ കൊണ്ട് നമ്മൾ വീട്ടിലൊന്നും ചെയ്യിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തുള്ള പീക്കിരികളൊക്കെ വന്നു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ ചെറിയ കുട്ടി ഉണ്ടല്ലോ, നന്ദുവിനെ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ നേരത്തെ വരും. അപ്പോഴേക്കും അവൻ എന്തോ ചെയ്തിട്ട് അവിടുത്തെ സൈഡത്തെ പൂവൊക്കെ കുറച്ച് പോയി. അപ്പോൾ അതൊക്കെ മിന്നൂസ് ശരിയാക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്ത വീട്ടിലത്തെ കുട്ടികളാണ്. ഒരാൾ നമ്മുടെ അവിടെ ട്യൂഷന് വരുന്ന കുട്ടിയാണ്. ട്യൂഷന് വരിക പറഞ്ഞാൽ ഞാൻ ട്യൂഷൻ തുടങ്ങിയ കാലം മുതൽ കൊണ്ട് ഇവിടെ ഉള്ള കുട്ടിയാണ്. മറ്റേ കുട്ടികളൊക്കെ അവരുടെ വീട്ടിലത്തെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ പായസം ഇത് പാലട കേട്ടോ. അപ്പോഴേ മുന്നേ കാണിച്ചത്
ടെൻഡർ കോക്കനട്ടിൻ്റെയാണ് കേട്ടോ. അത് നമുക്ക് റോയലിൽ തുണി എടുക്കാൻ പോയപ്പോൾ കിട്ടിയതായിരുന്നു ആ പാക്ക്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്താണെന്ന് നോക്കിയതായിരുന്നു. നമ്മൾ പാലട പായസമാണ് അല്ലാതെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ കഴിക്കാനിരുത്തി. എല്ലാ വിഭവങ്ങളൊന്നും ഇതിലില്ല, കാരണം അവർക്ക് ഒന്നും വേണ്ട. ഒരാൾ വെറും പപ്പടവും ചോറും പുളിയിഞ്ചിയും കൂട്ടിയിട്ടൊക്കെ ചോറുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഇതിലുണ്ടാവില്ല കേട്ടോ. പിന്നെ നന്ദുവിൻ്റെ പായസം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാനത് സ്കിപ്പായിപ്പോയി. എടുത്തു, പക്ഷെ അത് കിട്ടിയില്ല. ഇത് സന്തോഷേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. സന്തോഷേട്ടൻ്റെ ഫ്രണ്ട്സ് ഇത്രയൊന്നുമല്ല ഉണ്ടാവാറ്. ഇന്നിപ്പോൾ 2 പേരേ ഉള്ളൂ. അതിൽ ഹൈലൈറ്റ് ആയിട്ടൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഞാൻ. സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു. നമ്മൾ ആ പണി എന്നുള്ള തിരക്കിലെ വീഡിയോ എന്നുള്ള കാര്യം മറന്നു. എന്നെ ഓർമ്മിപ്പിച്ചത് ഇതിലൊരാളാണ് കേട്ടോ. ഹൈലൈറ്റ് ആക്കാല്ലേ. ഇതൊക്കെ ഓരോ മെമ്മറീസ് അല്ലേ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ പായസം ഓരോരുത്തർക്ക് കൊണ്ടുപോകേണ്ടത് ആക്കും പിടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പായസം ആയിട്ട് കാണിച്ചില്ലല്ലോ. അപ്പോൾ പായസം കാണിച്ചത് പാലട, പിന്നെ ഇത് ടെൻഡർ കോക്കനട്ട് കേട്ടോ. അതിൽ ഓരോ ഇങ്ങനെ കഷ്ണങ്ങൾ കടിക്കാനുണ്ട്. അപ്പോൾ നന്ദു പറയുന്നത് ശരിക്കും റെഫ്രിജറേറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മെയിനായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു. നമുക്ക് എൻ്റെ ഷോർട്സ് വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും. നമ്മുടെ നായക്കുട്ടികൾക്ക് കൊടുത്തു. കുക്കുട് മുണ്ട കൊടുത്തിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കണേ. അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കം, ഏട്ടൻ്റെയൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് പുതിയ ആളെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഇവനാണ് നമ്മുടെ ലോക്കിക്കുട്ടൻ. ലോക്കി താഴത്ത് വീഴ്ത്തിയിട്ടില്ലടാ പരമാറി. നീ വിശക്കുണ്ടാവോ? രാത്രി എന്താ കുഞ്ഞാ മാറ് മാറ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് മാറു ഇറങ്ങൂല മാറിക്ക്. നോ നോ. ഓക്കെ ബൈ. പോട്ടെ ബൈ. ഇനി അലറും. നോ മാറ്. പോട്ടെ പോട്ടെ പോട്ടെ. എന്നാ വായോ. ഇനിയിപ്പോ പോട്ടെ ബൈ. ഓണായിട്ട് തറവാട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ ഏടത്തിയമ്മ. അപ്പോൾ ഏടത്തിയമ്മ ഒന്ന് അങ്ങോട്ട് ആക്കാൻ ഞങ്ങൾ എന്തായാലും അവർ പത്തിരിപ്പാലയ്ക്ക് പോകല്ലേ. അപ്പോൾ ഏടത്തിയമ്മ അവിടെ ആക്കിയിട്ട് പോയതാട്ടോ. അപ്പോൾ അവന് ഭയങ്കര സ്നേഹമാണ് നായക്കുട്ടിക്ക്. എന്താ പറയുക, നമ്മൾ ചെറുതിലേ കാണാൻ തുടങ്ങിയത്. പിന്നെ ഏട്ടൻ മരിച്ച സമയത്തൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫോണൊന്ന് താഴ്ത്ത് വീണു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടെത്തി. എത്രയൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും എൻ്റെ 2 മക്കൾക്കും അമ്മയുടെ ഭക്ഷണമാണ് ഇഷ്ടം. അമ്മയുടെ സാമ്പാറും അമ്മയുടെ കറികളാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ അവിടെ നേരെ തിരിച്ച് അവിടുത്തെ എൻ്റെ അനിയനെ എന്തെൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്താലും അവനിഷ്ടം എൻ്റെ ഭക്ഷണമാണ് കേട്ടോ. കാരണം അത് നമുക്കറിയാം, അത് രണ്ടും എപ്പോഴും സ്ഥിരമല്ലാത്ത ഭക്ഷണത്തിനോടല്ലേ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവർക്ക് എൻ്റെ ഹരിക്കുട്ടനെ ഇവിടുന്ന് അവൻ ഉത്രാടം ദിവസമാണ് വന്നത് തന്നെ കേട്ടോ. അപ്പോൾ അത്രയും ദിവസം ഇപ്പോൾ വെക്കേഷനിൽ മൊത്തം അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. അവൻ അമ്മമ്മയും മാമിയും ഒക്കെ മുത്തശ്ശനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഒതുങ്ങിക്കൂടി അവരുടെ കൂടെ കളിച്ചിട്ടും ഒക്കെ ഇരുന്നോളൂ. പിന്നെ അവന് മുഖം കാണിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ കൈയും കൊണ്ട് ക്യാമറയിലേക്ക് വരികയാണ് കേട്ടോ. വേണ്ട അവനെ വീഡിയോ എടുക്കണ്ട. അപ്പോഴേക്കും എൻ്റെ അനിയൻ വന്നു. അവൻ ഹായ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവനാണ് ഞാൻ പറഞ്ഞ എൻ്റെ അനിയൻ. കുട്ടാപ്പൂ എന്നാണ് ഞാൻ വിളിക്കുക. വിമൽ എന്നാട്ടോ പേര്. കുറേ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അതിലെൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ അവൻ ഓക്കെ ആയി വരുന്നുണ്ട്. അവനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഫുൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളതാണ് എൻ്റെ ഈ വീട്. എനിക്ക് എന്താ പറയുക 10-21 കൊല്ലം കഴിഞ്ഞതും വളർന്നതും ഒക്കെ എൻ്റെ കുട്ടിക്കാലം മൊത്തം ഇവിടെ ആയിരുന്നല്ലോ. അതാണ് എൻ്റെ അച്ഛമ്മ. അപ്പോൾ എൻ്റെ അച്ഛമ്മ പറയാം, എൻ്റെ അമ്മ തന്നെ പറയാം. അമ്മ ജോലിക്ക് പോവുകയും കാരണം എന്നെ നന്നായി നോക്കി വളർത്തിയത് എൻ്റെ അച്ഛമ്മയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ അമ്പലത്തിൽ ജോലി ചെയ്യേണ്ടത് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ എന്നാൽ ശരി പറഞ്ഞിട്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കണ നേരത്തെ ഞങ്ങൾ 2 പേരും കൂടി അമ്പലത്തിലേക്ക് ഒന്ന് തൊഴുത്. അച്ഛൻ തന്നെ ഇപ്പോൾ അവിടെ പൂജയും, കാരണം അവിടെ അവർക്കൊക്കെ എന്തോ മരിച്ച പെലയൊക്കെയാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്തൊക്കെ അങ്ങനെ കുറച്ച് നേരം പറഞ്ഞ് അങ്ങനെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ളപ്പോഴല്ലേ അവർക്കൊക്കെ നമ്മളൊരു ഓണക്കോടി പറഞ്ഞിട്ടൊരു ഡ്രസ്സ് കൊണ്ടേ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അവർ ഉള്ളതല്ലേ നമുക്ക് ഏറ്റവും അവർ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിന് ഒരു തൃപ്തിയാണല്ലോ. ഒരു നല്ല ദിവസം വരുമ്പോൾ എൻ്റെ മകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ ഇപ്പോൾ അവർക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അവനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ വരാൻ ആരും ഇല്ലല്ലോ. 2 മക്കളല്ലേ ഞങ്ങളുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ പോയി അവർക്ക് വേണ്ട ഓണപ്പുടവയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ തമിഴിൽ പറഞ്ഞ പോലെ നമുക്ക് എന്താ പ്രശ്നം ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഞാൻ ഇപ്പോൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ സംഭവം. നമ്മുടെ കഴിഞ്ഞ്
ഫിനിഷ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫിനിഷിങ് വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്യാരം ബോർഡ് അങ്ങനെ കാറ്റ് വീശി അതിലേക്ക് വീണു. ക്യാരം ബോർഡ് വെച്ചത് തന്നെ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ കാറ്റടിച്ചത് ബോർഡ് അങ്ങനെ വീണു. പിന്നെ ആദ്യം നമ്മൾ പൂക്കളമൊക്കെ റെഡിയാക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രാവശ്യത്തെ ഓണം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. കാരണം പുതിയൊരു തുടക്കം എനിക്ക്. ഓണം ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. എന്താ വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സബ് കയറി. നമ്മുടെ വാച്ച് വ്യൂസൊക്കെ കുറച്ച് നല്ലോണം കൂടി. അപ്പോൾ വളരെ നമ്മുടെ കൂടെ കൂടി എല്ലാവർക്കും നന്ദി കേട്ടോ. ഇത് നമ്മുടെ എല്ലാവരും കൂടുമ്പോഴുള്ള കുറച്ച് നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്താണ് ഞാൻ. ഇങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളെല്ലാം എല്ലാവരും ചെയ്തിട്ട് ഇനി അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഒരു രസമുള്ളത്, അതായത് സന്തോഷേട്ടൻ്റെ ചേച്ചി സന്തോഷേട്ടന് സമ്മാനം കൊടുക്കുമ്പോൾ സന്തോഷേട്ടൻ അങ്ങോട്ട് കയറി അനുഗ്രഹിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പറ്റുന്ന പോലെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.